എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ 16ാമത്തെ ദിവസമാണ്. ബംഗളൂരു ചാപ്റ്ററാണ് ഇന്നത്തെ പാരായണം നടത്തേണ്ടിയിരുന്നതെങ്കിലും ബംഗളൂരു ചാപ്റ്ററിന്റെ കോർഡിനേറ്റർമാർ ഇന്നലെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു സമയം അവർക്ക് ഉണ്ടാവില്ല. 8 മണിയാവും വീട്ടിലെത്തുമ്പോൾ, ഫ്ലാറ്റിലെത്തുമ്പോൾ എന്നുള്ള ഇത് കിട്ടിയത് കാരണം ഇന്ന് നമ്മളിവിടെ ഇത് കൂടിയിരിക്കുന്നവരെല്ലാവരും കൂടെ ചേർന്നുള്ള പാരായണമാണ്. ആദ്യമായി ഈശ്വര സ്മരണയ്ക്കും ഗുരുസ്മരണയ്ക്കും തുടർന്നുള്ള കാര്യങ്ങൾക്കുമായി സരസ്വതി ഏട്ടത്തി ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ജയശങ്കര. ഉഷയപ്പോൾ കയറിയിട്ടുണ്ടല്ലോ, ഞാൻ ഉഷയപ്പോൾ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉഷയപ്പോൾക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്. ശരി, ഓക്കെ ശരി. വക്രതുണ്ഡ മഹാകായ കോടി സൂര്യ സമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവാ സർവകാര്യേഷു സർവദാ. അജ്ഞാനാന്തർ ഗഗനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവതവശിഖാ താപപാപാച്യമാനാം മുക്ത്വാ മൗനം വടവിടപ്പിനോ മൂലതോ നിഷ്പദന്തി ശംഭോ മൂർത്തിർ ശരദി ഭുവനേ ശങ്കരാചാര്യ രൂപാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാ സാഗാ വന്ദേ വാൽമീകി കോകിലം. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ജയ് ശങ്കര. തുടർന്നുകൊള്ളു സരസ്വതി. ആരാണ് പാരായണത്തിന്? നാരായണക്കുട്ടി ചേച്ചിയുണ്ട്, മാലതി ചേച്ചിയുണ്ട്. ഉഷ ചേച്ചി ഉണ്ടല്ലോ. താണ്ടേ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മള് ഇന്ന് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ബാലീവധം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ട് മിത്രാത്മജൻ വിളിച്ചിടിനാൻ പിന്നെയും. ആദ്യമായി നമ്മളുടെ മുത്തശ്ശി നാരായണിക്കുട്ടിയെ മുത്തശ്ശിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. ബാലിവധം
വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാഥൻ രവീസുതൻ. ബദ്ധരോഷം വിളിക്കുന്ന നാഥൻ തഥാ ശ്രുത്വാദി വിസ്മിതനായൊരു ബാലിയും ബദ്ധോപരീകരം യുദ്ധായ സത്വരം. ബദ്ധവൈര്യം പുറപ്പെട്ടോരു നേരത്തു ഭർതൃരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി പദ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലെനിക്കതു കേൾക്കനീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം. എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രമവനുണ്ട് പോന്തു പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ. ബാലേ ബലാലൊരു ശങ്കയുണ്ടാകൊല. കൈയച്ചിടു നീ വൈകരുതേതുമേ. നീയൊരു കാര്യം ധരിക്കേണമോമലെ. ബന്ധുവായാരുള്ളതോർക്ക സുഗ്രീവനും ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ. ബന്ധുവായുണ്ടാകവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാൽ അവനും അറിയുക നീ. ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടുടൻ. ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ. വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാളതു കേട്ടവനോടു വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ. കാനനത്തിങ്കൽ നായാട്ടിന്നു പോയിതു താനേ മമ സുതനങ്കത അന്നേരം. കേട്ടോരു ദന്തമെന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യജോചിതം പോക നീ. ശ്രീമാൻ ദശരഥനാമയോധ്യാധിപൻ രാമനുണ്ടെന്നവൻ തന്നെ നന്ദനൻ. ലക്ഷ്മണനാകൂ മനുജനോടൊന്നിച്ച ലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ ദണ്ഡകാനനെ. വന്യാശനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നെ പത്നിയെ. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണമൃഷ്യമൂകാചലെ വന്നിതു. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴുകയെന്നന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടാരഗ്നി സാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങരിരുവരുമായുടൻ. വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴ്ത്തിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സ്വത്തര മർക്കതനയനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവാനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു. വന്നിതപ്പോൾ അതു കൊണ്ടു തന്നെയവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊള്ളുക ഇളമയായി. യാഹി രാമം നീ ശരണമായി വേഗേന പാഹി മാമംഗതം രാജ്യം കുലഞ്ചതേ. രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അടുത്തതായി മാലതി ചേച്ചി ഉണ്ടോ? ഉണ്ട്. ചൊല്ലിക്കോളൂ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞും കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധൗ. അവിടെ മുതൽ തുടങ്ങണം. വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊള്ളുക ഇളമയായി. യാഹി രാമം നീ ശരണമായി വേഗേന പാഹി മാമംഗതം രാജ്യം കുലഞ്ചതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധൗ. വ്യാകുലഹീനം പുണർന്നനു രാഘവശേന പറഞ്ഞിരു ബാലിയും. ശ്രീ സ്വഭാവം കൊണ്ട് പേടിയായി കേതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്കനീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നിതെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകനാത്മാരാമനീശ്വരൻ. തച്ചരണാംബുജേ വീണു നമസ്കരിച്ചിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ. മദ്ഗ്രഹത്തിങ്കൽ ഉപകാരവുമേറും സുഗ്രീവനേക്കാളു എന്നെ കൊണ്ടോർക്കനീ. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടുമന്യഭാവം പരമാത്മാവിനില്ലല്ലോ.
ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ, ഭക്തിയോ പാർക്കിലെന്നോളം ഇല്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്കനീ വേശ്മനി പുഷ്കരലോചനേ പൂർണ്ണഗുണാംബുദേ. യുദ്ധമാശ്വാസ്യ വൃത്രാരാദിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാ പരികരം നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ കൃതാ. താരയും അശ്രുഗണങ്ങളും വാർത്താരൂഢഖേദമകർ അകത്തു പുക്കിയിടിനാൾ. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലെന്നണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ. ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽകൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടു തല തങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചു കടിച്ചുമങ്ങൂറ്റത്തിൽ വീണും മുരുണ്ടുകൊൾ ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടികൾ കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലന്താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിന് ദൃഢം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ, രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തുകൊണ്ടാടിപ്പുകഴ്ത്തിയും കണ്ടീലവാട്ടമൊരുത്തനുമേതുമേ. അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കതനയനു വിഗ്രഹം. സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടി പ്രഹരങ്ങളേർക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വശപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഡം മറഞ്ഞാശു മഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമമ്മാറയച്ചരുളിയിടിനാൻ. ചെന്നതു ബാലിതൻ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അഭിലാഷ് വായിക്കുന്നോ? ഇല്ല. അപ്പൊ സുരേഷ് ജി ആയിക്കോട്ടെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജ മുഷ്ടിപ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ പാരിതൻ പക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷഷണ്ഡം പറഞ്ഞാശു മഹേന്ദ്രമാമസ്ത്രം വിദ്രുതമമ്മാറയച്ചരുടീടിനാൻ. എന്നതു ബാലിതന്മാറിൽ തറച്ചളവൊന്നലറി വീണീടിനാൻ. ബാലിയും ഭൂമിയുമൊന്നും പിറച്ചു തന്നേരത്ത് രാമനെ സ്തുതിച്ചു മരുൾസുതൻ മോഹം കലർന്നു മാത്രം പിന്നെ മോഹവും നോക്കിയിടിനാൻ. ബാലിയും കാണായിതഗ്രേ രഘുത്തമനെ തഥാ ബാണവും ദക്ഷിണാഹസ്തേ ധരിച്ച അന്യപാണിയിൽ ചാപവും തീരാവസാനവും തൂണീരവും മൃദുസ്മയരാവതേനവും ചാരൂജമാവും ജഡമാകുടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കിൽ വനമാലയും പൂണ്ടു നിർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാദള ശവീപുണ്ട ശരീരവും പക്ഷഭാഗേ പരീക്ഷവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും മഞ്ജസ കണ്ടു ദഹിച്ചു പറഞ്ഞു ഭാര്യയുമുണ്ടായ കോപഖേദവും കുലചേതസ എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതു എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ രാജേന ചോര ധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വിടിഞ്ഞതിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചത് ഇതുകൊണ്ട് ചിന്തിക്ക രാജകുലോത്സവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ ഒരു ജയിക്കണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃത്യമായതുമെന്നു മറ്റെന്നാൽ
സർവമല്ലയാഞ്ഞതും രക്ഷോവരൻ തവ പത്നിയെ കട്ടതിന്നർക്കരാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നില്ലോ ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാം എന്നുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടമും മൂലത്തോടും ലങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു നാഴിക നേരം കൊണ്ടു നീ നിന്നന്തികെ വച്ചു തൊഴുതേനുമാതരാൻ ധർമ്മിഷ്ഠനെന്നു ഭഗവാനെ ലോകത്തിൽ നിർമ്മലന്മാർ പറയുപതേ ധർമ്മമെന്തോന്നു ലഭിച്ചതുകൊണ്ടു നിർമൂലമായി ഇങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തുകൊണ്ടിട്ടൊരു മാനമുണ്ടായതെന്തെന്ന് പറയുക നീ വാനര ഭക്ഷ്യമെന്തേ പദ മാനസേ തോന്നിയാതെന്തിന്നു പൂവതേ ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ആലപ്പുഴയിലെ അമ്മ കയറിയിട്ടുണ്ടല്ലോ, രാധാമണി അമ്മ. അമ്മ വായിച്ചോളൂ. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘുത്തമൻ എന്ന ഭാഗം മുതൽ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധമായി നിർമ്മത്സരം നടക്കുന്നിതു നീള ഞാൻ പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതുമെടോ പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു. ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചു ഏറ്റം മഹാപാപി താപമവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ഗൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാനി നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു പോകായികവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും യുദ്ധമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലി ഞാനിത്തം മമാപരാധം ക്ഷമിക്കണമേ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടു ക്ഷമിക്കണം. നിന്തിരുമേനിയും കണ്ടാശു നിന്നന്തികെ താപകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തൊന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാം അവിദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതായാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുടെ ഭാഗ്യാതിരേഖ ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാധ കെ ബി എന്ന് കാണുന്നുണ്ട്, വായിക്കാമോ? വായിച്ചോളൂ.
നാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജൻ മുന്നമർത്ഥിക്കയാൽ എന്നതും പത്മവിലോചന ഞാനറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കേണം ഭഗവാനെ. എന്നോട് തുല്യബലനാകുമംഗതൻ തന്നിൽ തിരുവുള്ള ഉണ്ടായിരിക്കണം. അർക്കതനയനും അംഗത ബാലനും നോക്കും എനിക്കിന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലെ തലോടുകയും വേണം. എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖഭുജവും പാർത്തു വാനരദേഹ ഉപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്ര വൃന്ദ ദുരപ്പമായുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മനാ ബാലി രാമവാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഘം ഭയത്തോടോടി വേഗേന പുക്കിതു കിഷ്കിന്ധയായ പുരാജിരെ. ചൊല്ലിനാർ താരയോടാശു കപികളും സർലോകവാസിയായി വന്നു കപീശ്വരൻ. ശ്രീരാമസായകമേറ്റൂരണാജിരെ താരേ കുമാരനെ വാഴിക്ക വൈകാതെ. ഗോപുരവാതിൽ 4 ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊൾക കിഷ്കിന്ധ മഹാപുരം. മന്ത്രികളോട് നിയോഗിക്ക നീ പരിപന്ധികളുള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചതു കേട്ടൊരു താരയും ആലോല വീഴുന്ന കണ്ണുനീരും വാർത്തു. ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദ വാച പറഞ്ഞു പലതരം. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനോ ഭൂതലവാസവും മേ വൃഥ. ഭർത്താവു തന്നോടു കൂടെ മടിയാതെ വൃത്തിലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃകളേബരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിതു ചെന്നു പാദാന്തികെ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം. ബാണമൈ തന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥനു പുറ പിരിഞ്ഞേലോ. എന്നെ പതിയോടു കൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും. ആര്യനാം നിന്നാലനുഭൂതമല്ലയോ ഭാര്യ വിയോഗജ ദുഃഖം രഘുപതേ. വ്യഗ്രവും തീർത്തൂരുമയുമായി വാഴ്ക നീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം. താരോപദേശം. ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ ബന്ധമില്ലേതുമിതിന്നു മനോഹരെ. നിന്നുടെ ഭർത്താവോ ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം മാംസരക്താസ്തി കൊണ്ടടോ. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നീ നിശ്ചയം ആത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേളല്ലലുണ്ടായതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല ദുഃഖ വിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലിബ്ദഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിയുക നീ. സർവഗൻ ജീവനേകൻ പരനദ്വയനവ്യയനാകാശതുല്യനലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മനിത്യമായതും ജീവനും ദുഃഖ സുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെയരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനോ സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കയില്ലടോ. നാനാവിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങാനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ. നൂനമന്യാദി വിദ്യാബന്ധഹേതുന താനമഹംകൃതിക്കാശു തൽക്കാര്യമായി
സംസാരമുണ്ടാമ വാർദ്ധകമായതും സംസാരമോ രാഗരോഷാദി സങ്കുലം മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ. തിരുവനന്തപുരത്തെ അമ്മയുണ്ടോ? ഞാൻ അമ്മ ശകലം വായിച്ചോളൂ. ശകലം വായിച്ചോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രക്താരസ നിത്യമുണ്ടാകാരണം ശുദ്ധസ്ഫടികവും തദ്വർണ്ണമായി വരും വസ്തുതായ പാർക്കില്ല തദ്രജ്ഞാന ചിത്തെ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സമീപ്യമുണ്ടാകയാൽ രക്തമാത്മാവിനോ സംസാരവും ബലാൽ ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താല്പര്യമോടു പരിഗ്രഹിച്ചിട്ടില്ല. സ്വഭാവങ്ങളാലുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ വ്യക്തനായി സേവിക്കയാൽ അവശം കലർന്നൊരു ഭാവി കൈക്കൊണ്ട് സംസാരേ വരെയൊന്നു ആദോ മനോഗുണാൻ സൃഷ്ട തതസ്തത വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്രരക്താസേത ഭേദഗതികളായി മിക്കതന്തസാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവംശേന ജീവൻ ബലായങ്ങുമാ അത്ഭുതം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംസാരകാലേ ജീവൻ നിന്നു അന്യാത വിദ്യ വശം പ്രാപിച്ചു തിഷ്ടാതെ നിവേശത്തഗുണരഥ സൃഷ്ടികാലേ പുനർവാസയാസമം ജായതേ ഭൂയോ ഘടീതയന്ത്രാ ഭായാബലത്താൽ ആർക്കൊഴിക്കാമടോ യാതൊരിക്കൽ നിരാ പുണ്യവിശേഷേണ ചേതസേ സത്സംഗഗതി ലഭിച്ചിടുന്ന മക്തനായ ശാന്താത്മാവിനോ പുനരപ്പോൾ അന്മതി മദ്ദേശയാദൃഢം ശ്രദ്ധയാമുണ്ടാം കഥാസവേണേ മമ സ്വസ്വരൂപ വിജ്ഞാനവും ജായതേ സദ്ഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാഥാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ മന പ്രാണങ്ങളിൽ നിന്നഹന്താവിറന്നു മോനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യനിരൂപമം നിഷ്കളം നിർഗുണം യഥാമറിയുമ്പോൾ മുക്തനായപ്പോഴേ സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിച്ചിങ്ങനെ ചേതസേ സംസാര ദുഃഖവോ അവനില്ല. നെയ്യം വിശുദ്ധനായി മായാവിമോഹം മനോഹരേ കർമ്മബന്ധത്തെങ്കിൽ നിന്നോടോർവപ്പെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലേഖനീച്ചിത്തെ നിനക്കു കഴിഞ്ഞ ജന്മത്തെങ്കിൽ എത്രയും ഭക്തിയുണ്ടാകലോ കൊണ്ടോ രൂപവുമേ വന്നിനക്കു കാട്ടിത്തന്നു താവാമിനി കളഞ്ഞ ശേഷം നീ ധ്യാനിച്ചു കൊള്ളുകയും മദ്വജത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോശം വരും നിർണയം കൈതവുമല്ല പറഞ്ഞതോ കേവലം. ആനന്ദന കേട്ടൊരു ധാരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൻ മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാന ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി ആത്മബോധേന ജീവമുക്തയായ മോശപ്രദേനായ രാഘവൻ തന്നോട് വാഴ്ത്തണം സംഗമത്രേണ താരയും ഭക്തിയും ഒഴുത്തിട്ട അതിബന്ധം തീർന്നു മുക്തയായുള്ളൊരു നാരി എന്നാകലും വ്യഗ്രമെല്ലാം അകലെ പോയി തെളിഞ്ഞതും സുഗ്രീവനും കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായേന്തുലോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പോ ജ്യോതിഷി ഇന്ന് ഈ ഭാഗം വരെയാണല്ലോ. അതെ, ഈ ഭാഗം വരെയാണ്. നമുക്ക് അടുത്ത അടുത്തത് ഇതിലേക്ക് കടക്കാം. ഉഷേടത്തി വന്നിട്ടുണ്ടല്ലോ. പറഞ്ഞ ചോദ്യോത്തരം ചേച്ചി ചോദിച്ചോളൂ. ഓക്കെ.
ചേട്ടത്തിന്റെ മ്യൂട്ടാണ്. നമസ്തേ ജയശങ്കര, എല്ലാവർക്കും നമസ്തേ. ജയശങ്കര. ഇന്ന് വളരെ കുറച്ച് ഭാഗം മാത്രമേ ഇന്ന് പാരായണം ചെയ്യാനുള്ളായിരുന്നു, അതുകൊണ്ട് കഥയും വളരെ കുറച്ച്. അപ്പൊ ആദ്യം നമ്മൾ ഇന്നലെ കണ്ടത് ശ്രീരാമന്റെ അനുഗ്രഹത്തോടുകൂടി സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്നത്, സഖ്യം ചെയ്തു. പരസ്പര സഖ്യം ഹനുമാൻ സ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ച് അഗ്നിസാക്ഷിയായി പരസ്പര സഖ്യം ചെയ്തു. അതനുസരിച്ച് ബാലിയെ വധിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി സുഗ്രീവനോട് മ്യൂട്ട് മാറ്റിക്കോളൂ. അപ്പൊ അതിനായിക്കൊണ്ട് സുഗ്രീവൻ പോയി ബാലിയെ യുദ്ധത്തിന് വിളിക്കുക. അപ്പൊ പുറകിൽ ഞാനുണ്ട്, നീ സുഗ്രീവൻ പോയി യുദ്ധത്തിന് വിളിച്ചാ മതി, ഞാൻ അമ്പെയ്ത് ബാലിയെ വധിച്ചോളാം. ഇതായിരുന്നു കണ്ടീഷൻ. അതനുസരിച്ച് സുഗ്രീവൻ നല്ല ധൈര്യമായിട്ട് ദുന്ദുഭിയുടെ തല തന്റെ കാലിന്റെ പെരുവിരൽ കൊണ്ട് മാത്രം പൊക്കിയെടുത്ത് വലിച്ചെറിഞ്ഞ് ആളാണ്. 7 വൻമൃഷങ്ങളെ ഒറ്റ അമ്പെയ്തുകൊണ്ട് മുറിച്ചിട്ട ആളാണ്. ഇത്രയൊക്കെ ശേഷിയുള്ള ആളാണ് ശ്രീരാമനെന്ന് ഉത്തമ ബോധ്യം വന്ന സുഗ്രീവൻ ഇനി ഒന്നും സംശയിക്കാനില്ല. ബാലി എത്ര ശക്തിമാനാണേലും എന്റെ സുഹൃത്ത് അതിലും ശക്തിമാനാണല്ലോ എന്നുള്ള ധൈര്യത്തില് സുഗ്രീവൻ പോയി ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്നു. ബാലി അതനുസരിച്ച് വന്ന് സുഗ്രീവനെ അടിച്ച് തരിപ്പണമാക്കി ഇട്ടിട്ട് തിരിച്ച് സുഗ്രീവൻ ഓടി രക്ഷപ്പെടുകയാണ്. ഓടി വന്ന് രാമനോട് പറയുവാണ്, എന്നെ കൊല്ലാൻ കൊടുത്തതാണോ, എന്റെ മിത്രമെന്ന് കരുതി ഞാൻ വിചാരിച്ചത് വെറുതെയാണോ എന്നൊക്കെ പറയുമ്പോൾ രാമൻ പറയുന്നു, അങ്ങനെ അല്ലായിരുന്നു സംഭവിച്ചത് നിങ്ങൾ രണ്ടും കൂടെ മുഷ്ടിയുദ്ധം നടത്തുന്ന സമയത്ത് ബാലി ആരെ സുഗ്രീവൻ ആരെ എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയത്. ഞാൻ എൻ്റെ അമ്പെയ്ത് ആ അമ്പ് ചെന്ന് തറയ്ക്കുന്നത് ഇനിയും സുഗ്രീവനിലാണെങ്കിൽ എൻ്റെ മിത്രത്തെ എനിക്ക് നഷ്ടപ്പെടുകയില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതിനൊരു പരിഹാരമായിട്ട് ലക്ഷ്മണ നീ ഒരു വനമാല ഉണ്ടാക്കി സുഗ്രീവന്റെ മാറിലെണീക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ലക്ഷ്മണൻ നൽകിയ വനമാലയും അണിഞ്ഞുകൊണ്ടാണ് സുഗ്രീവൻ വീണ്ടും രാമന്റെ നിർദ്ദേശമനുസരിച്ച് ബാലിയെ യുദ്ധത്തിന് വിളിക്കാൻ പോകുന്നത്. വീണ്ടും കിഷ്കിന്ധയിലെത്തി ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്നു. ബാലി ഇത് കേട്ട് കോവാകുലനായിട്ട് ചാടി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോ ബാലിയുടെ ഭാര്യയായ താര വന്ന് തടസ്സം പറയുകയാണ്, പോവരുത്. ആദ്യം വന്ന് യുദ്ധത്തിൽ തോറ്റ് തുന്നം പാടി ഓടിയവൻ ഉടൻ തന്നെ വീണ്ടും വന്ന് യുദ്ധത്തിന് വിളിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവന്റെ പിന്നിൽ ഒരു ശക്തമായ മിത്രം ഒരു പക്ഷേ കണ്ടേക്കാം, അതുകൊണ്ട് അങ്ങ് പോവരുത്, അപകടം ആണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ വീരനായ ആർക്കെങ്കിലും പറ്റും ഒരാള് ശത്രു വന്ന് ഗൃഹാന്തികയെ വന്ന് വീടിനടുത്ത് വന്ന് പോരിന് വിളിക്കുമ്പോൾ പേടിച്ച് കതവ് അടച്ച് മുറിക്കകത്തിരിക്കാൻ ഏതെങ്കിലും വീരന്മാർക്ക് പറ്റുമോ, പ്രത്യേകിച്ചും ബാലിയെ പോലെ. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല, നിനക്കറിയാമല്ലോ എൻ്റെ ബലശക്തി ഗുണങ്ങളെ ശൗര്യങ്ങളെ കുറിച്ച്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, അതിന് തടസ്സം നിൽക്കരുതെന്ന് പറയുമ്പോൾ താര മറ്റൊരു കാര്യം കൂടെ പറയുന്നു. തൻ്റെ മകനായ അങ്കദൻ വനത്തിൽ പോയതിന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അയോധ്യാധിപതിയായ ദശരഥ മഹാരാജാവിന്റെ പുത്രനായ ശ്രീരാമൻ സഹോദരൻ ലക്ഷ്മണനോടൊപ്പം വനത്തിലെത്തിയതും സീതയെ രാവണൻ മോഷ്ടിച്ചു കൊണ്ടുപോയതും അത് അന്വേഷിച്ച് വനത്തിൽ അലയുന്ന ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനുമായി സഖ്യം ചെയ്തതും ഒക്കെ പറയുന്നു. ആ സഖ്യത്തിൽ ബാലിയെ നിഗ്രഹിക്കുക രാമൻ, പകരം സീതയെ വീണ്ടെടുത്ത് സുഗ്രീവൻ കൊടുക്കുക, ഇതാണ് സഖ്യമെന്നും പറഞ്ഞു കേട്ടു ഞാൻ, അതുകൊണ്ട് പോവരുതെന്ന് പറയുന്നു. ഇപ്പം ബാലി പറയുന്നു, എങ്ങനെ ആയാലും കുഴപ്പമില്ല, ഒന്നിൽ ഞാൻ എൻ്റെ ശത്രുവായ സുഗ്രീവനെ വധിക്കും, അതല്ലെങ്കിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്നോട് യാതൊരു വിരോധവുമില്ല, ഞാൻ പരമ രാമഭക്തനാണ്, ഞാൻ അദ്ദേഹത്തെ കാലിൽ വീണ് നമസ്കരിച്ച് ഞാൻ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് താരെ ഭയക്കേണ്ടതില്ല, എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ലല്ലോ, എന്നോട് യുദ്ധത്തിനൊന്നും വരത്തില്ല ശ്രീരാമൻ, കാരണം ഞാൻ രാമഭക്തനാണല്ലോ എന്ന് പറഞ്ഞ് തടയണ്ട എന്ന് പറഞ്ഞിട്ട് കൈവിടാൻ പറഞ്ഞിട്ട് പോവുകയാണ് ബാലി. അവിടെ ചെല്ലുന്നു. സുഗ്രീവനുമായിട്ട് ഭയങ്കര മുഷ്ടിയുദ്ധം നടക്കുന്നു. ഇത് കുരങ്ങന്മാർ തമ്മിലുള്ള യുദ്ധമാണ്, അവിടെ ആയുധങ്ങളൊന്നുമില്ല. അപ്പം തമ്മിലുള്ള അതിഭയങ്കരമായ യുദ്ധം നടക്കുന്നു. ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വനമാല അണിഞ്ഞാണല്ലോ സുഗ്രീവൻ, അതുകൊണ്ട് രാമന് മനസ്സിലായി സുഗ്രീവനേത് ബാലിയേതെന്ന്. അങ്ങനെ ഒരു അമ്പുകൊണ്ട് മാഹേന്ദ്ര അസ്ത്രം ഇതാണ് മാഹേന്ദ്രാസ്ത്രത്താല്
ഒരു മരത്തിന് ഒളിഞ്ഞു നിന്നുകൊണ്ട് ശ്രീരാമൻ മാഹേന്ദ്രാസ്ത്രം തൊടുത്ത് ബാലിയെ വധിക്കുന്നു. അപ്പം അമ്പ ചെയ്ത് കൊണ്ട് കഴിയുമ്പോൾ ബാലി ഇത് എവിടെ നിന്ന് വന്നു അമ്പെന്ന് നോക്കുമ്പോൾ ശ്രീരാമനെ ഹനുമൽ ലക്ഷ്മണ സേവിതനായ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ആ മനോഹരമായ ആ രൂപം കാണുകയാണ്. അപ്പൊ ചോദിക്കുന്നു, എന്തിനാണ് എന്നെ ഇങ്ങനെ ഒളിഞ്ഞു നിന്നുകൊണ്ട് വധിച്ചത്? ഇത് വീരന്മാർക്ക് ചേർന്ന ധർമ്മയുദ്ധമാണോ ഒളിഞ്ഞു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നത്? പിന്നെ ഇനി മാംസം ഭക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ വാനരമാംസം ഭക്ഷ്യയോഗ്യമല്ലല്ലോ, പിന്നെന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇനി സീതയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണെങ്കിൽ സുഗ്രീവനെ കൂട്ടുപിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിലെത്രയോ ബലവാനും ശക്തിമാനുമാണ് ഞാൻ. കാരണം എനിക്ക് ലങ്കയെ ത്രികൂടാചലത്തോടെ രാവണനോടും സീതയോടും ഒപ്പം ആ ത്രികൂടാചലത്തെ തന്നെ പറിച്ചെടുത്തുകൊണ്ട് വന്ന് ശ്രീരാമന്റെ മുമ്പിൽ കാഴ്ചവെക്കാനുള്ള ശേഷിയുള്ളവനാണ്. അങ്ങനെയുള്ള എന്നെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് വധിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങ് ചെയ്തത് ധർമ്മമാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീരാമൻ അതിന് പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നിന്റെ പാപത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്താണ് ബാലി ചെയ്ത അധർമ്മം? അവിടാണ് പറയുന്നത്, പുത്രകളത്രവും മാതാവുമേതുമേ പുത്രഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം. വേദത്തിൽ പറയുന്നുണ്ട് ഇവരൊക്കെ മാതാവിന് തുല്യരാണെന്ന്. അങ്ങനെയാണെങ്കിൽ സുഗ്രീവന്റെ ഭാര്യ രുമയെ എന്തിനാണ് ബാലി ഭാര്യയാക്കി വെച്ചത്? അതുകൊണ്ടാണ് ആ ഒരു തെറ്റ്, ആ ഒരു വേദവാക്യ നിഷിദ്ധമായ കാര്യം ചെയ്തുകൊണ്ടാണ് നീ അധർമ്മത്തിന് കൂടാണ് പോകുന്നതെന്ന് കണ്ടിട്ട് നിന്റെ പാപത്തെ ഇല്ലാതാക്കാനായിട്ട് നിന്നെ ഞാൻ വധിച്ചത് എന്ന് ശ്രീരാമൻ പറയുന്നു. അപ്പൊ ബാലിക്ക് രാമതത്വത്തെ മനസ്സിലാകുന്നു. ആ രാമതത്വത്തെ മനസ്സിലാക്കി ബാലി പറയുകയാണ്, എൻ്റെ ശരീരത്തിൽ കൊണ്ടതായ ഈ രാമസായകത്തെ അവിടുന്ന് പറിച്ചെടുത്ത് എന്നെ തലോടിയാലും എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ നേരിട്ട് കണ്ടുകൊണ്ട് ആ ഭഗവാന്റെ കൈകൾ കൊണ്ടുള്ള തലോടലേറ്റുകൊണ്ട് ബാലി ശരിക്കും ബ്രഹ്മലോകത്തെ മരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, ബ്രഹ്മലോകത്തെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ആ പ്രാപിക്കുന്ന സമയത്ത് രാമനോട് ഒരു കാര്യം അർത്ഥിക്കുന്നുണ്ട്, സുഗ്രീവനെ പോലെ എൻ്റെ മകൻ അങ്കദനെയും അവിടുന്ന് കരുതേണമേ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. അത് കഴിഞ്ഞു. ബാലി മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞ് താര, ബാലിയുടെ ഭാര്യയായ താര കരഞ്ഞുകൊണ്ട് വരികയാണ്. വന്നിട്ട് എന്തിനാ എൻ്റെ ഭർത്താവിനെ വധിച്ചല്ലോ, ഇനി എന്നെ കൂടെ ഒരു അമ്പ് ചെയ്ത് എന്നെ കൂടെ ആ പ്രാണനാഥനൊപ്പം പറഞ്ഞയച്ചോളൂ. അങ്ങേക്കറിയാമല്ലോ ഈ ഭാര്യാവിരഹ ദുഃഖം അനുഭവിക്കുന്ന അങ്ങേക്കറിയാമല്ലോ. പ്രാണനാഥൻ പോയി കഴിഞ്ഞ് ഞാൻ ഇനിയും ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, എന്നെ കൂടെ ഒരമ്പ ഇത് വധിച്ചുകൊള്ളൂ എന്ന് പറയും. അപ്പം ശ്രീരാമനയിന് താരയ്ക്ക് ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുക്കുന്നു. ആത്മതത്വം ഉപദേശം കിട്ടിയതായ താര സമാധാനത്തിലെത്തുകയും, എന്തുകൊണ്ടാണ് ഭഗവാൻ താരയ്ക്ക് ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിലെ ഭഗവത് ഭക്തയായിരുന്നത് കൊണ്ടാണ് താരയ്ക്ക് ഭഗവാനെ നേരിട്ട് കാണാനും ഈ ഉപദേശം ആത്മതത്വോപദേശത്തെ മനസ്സിലാക്കാനും അറിയാനും കഴിഞ്ഞത് എന്ന് ഭഗവാൻ പറയുന്നു. ഇനി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് താരോപദേശത്തോടുകൂടി നമ്മുടെ പാരായണ ഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്തേ.